മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ മനഃപൂർവ്വം മറച്ചു പിടിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് മുന്നോട്ട് വെക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ സകല മോദി വിരുദ്ധരുടെയും ഇടനെഞ്ച് തകരും എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം. ഭാരതീയ ജനതാ പാർട്ടി കേരളം ഒരിക്കലും പിടിക്കില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ മണ്ടക്ക് അടിയേൽക്കുന്നതിന് സമമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് സുരേഷ് ഗോപി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കേരള പൊതുസമൂഹത്തെ അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹം ചെയ്തിട്ടുള്ള പോസ്റ്റ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ആലപ്പുഴ സൗത്ത് ജില്ലയുടെ ചരിത്ര മുന്നേറ്റം. അതായത് ആലപ്പുഴ സൗത്ത് ജില്ല എന്ന് പറയുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി സംഘടനാപരമായിട്ട് മുന്നോട്ട് വെക്കുന്ന സൗത്ത് ജില്ല, അതായത് ആ ജില്ലയുടെ പൂർണ്ണമായിട്ടുള്ള ഭാഗങ്ങളിലെ റിസൾട്ട് അല്ല എന്നുള്ളത് ആദ്യം തന്നെ സകലരും തിരിച്ചറിയാം. ഇതിൽ കൃത്യമായിട്ട് പറയുന്നു ആലപ്പുഴ സൗത്ത് ജില്ലയുടെ ചരിത്ര മുന്നേറ്റം. 6 ഗ്രാമപഞ്ചായത്തുകളിൽ ഭരണം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പില് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആലപ്പുഴ സൗത്ത് ജില്ലയുടെ ആ ഒരു പ്രദേശത്ത് നടന്നിട്ടുള്ള, ആ ജില്ലയുടെ ഒരു ഭാഗത്ത് നടന്നിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ വളർച്ചയാണ് കൃത്യമായിട്ട് റിസൾട്ടുകൾ എടുത്തുയർത്തിക്കൊണ്ട് സുരേഷ് ഗോപി മുന്നോട്ട് വെക്കുന്നത്. 6 ഗ്രാമപഞ്ചായത്തുകളിൽ BJP ഭരിക്കുന്നു. 147 ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെ ഭാരതീയ ജനതാ പാർട്ടിക്ക് വിജയിപ്പിക്കാൻ സാധിച്ചു. 3 ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളെ BJPക്ക് അവിടെ വിജയിപ്പിക്കാൻ സാധിച്ചു. 4 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ 2ാം സ്ഥാനത്തേക്ക് BJP സ്ഥാനാർത്ഥികൾ എത്തിക്കഴിഞ്ഞു. 19 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിൽ 2ാം സ്ഥാനം. 8 ഗ്രാമപഞ്ചായത്തുകളിൽ പ്രതിപക്ഷം. 2 നഗരസഭകളിൽ പ്രതിപക്ഷം. 22% വോട്ടിംഗ് ഷെയർ. ചരിത്ര നേട്ടത്തിലേക്ക് നയിച്ച നായകർക്ക് അഭിവാദ്യങ്ങൾ. സുരേഷ് ഗോപിയുടെ ലേറ്റസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റാ ഇത്. കൃത്യമായിട്ട് പറയുന്നുണ്ട് ആലപ്പുഴ സൗത്ത് ജില്ലയുടെ എന്ന്. ഈ 6 ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഈ ആലപ്പുഴ ജില്ലയുടെ പൂർണ്ണമായിട്ട് എടുക്കുകയാണെങ്കിൽ 8 ഗ്രാമപഞ്ചായത്തുകളിൽ BJP ഭരണം പിടിച്ചിട്ടുണ്ട്. അങ്ങനെ പൂർണ്ണമായിട്ട് എടുക്കുകയാണെങ്കിൽ, ആലപ്പുഴ ജില്ല പൂർണ്ണമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു റിസൾട്ടാണ് ഉണ്ടാവുക എന്നുള്ളതും സകലരും തിരിച്ചറിയണം. നമുക്ക് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ള ആലപ്പുഴ സൗത്ത് ജില്ലയുടെ കണക്കാണ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ വളരെ വ്യക്തമല്ലേ കേരളത്തിൽ എത്രത്തോളം വലിയ രീതിയിലാണ് ഭാരതീയ ജനതാ പാർട്ടി വളരുന്നത് എന്ന്. എത്രത്തോളം വലിയ റിസൾട്ടാണ്. നമ്മളൊന്നും നമ്മുടെ ചാനലിലൂടെ വെറുതെ പറയല്ല ഭാരതീയ ജനതാ പാർട്ടി കേരളം പിടിക്കും എന്നുള്ളത്. കൃത്യമായിട്ട് കണക്കുകൾ, കൃത്യമായിട്ടുള്ള റിസൾട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നിരന്തരം കൃത്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി അധികം വൈകാതെ കേരളം പിടിക്കാൻ ഒരു തർക്കവും വേണ്ട. ഇതിനും ഒരു വലിയ രീതിയിൽ ഇതിനെ തടസ്സം ചെയ്യുന്ന ആളുകൾ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളാ. എന്നാൽ ആ പ്രമുഖ മാധ്യമങ്ങളെയും അവഗണിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ ഇപ്പോൾ കുതിച്ചു വരുന്നുണ്ട്. നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഭാരതീയ ജനതാ പാർട്ടിയായിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കുക, എങ്ങനെയെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിയിൽ വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് അവര് വാർത്ത കൊടുക്കുക. ഏറ്റവും വലിയ ഉദാഹരണമല്ലേ കഴിഞ്ഞ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് നിരന്തരം പ്രമുഖ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കും. അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ കൊണ്ട് തന്നെ പ്രമുഖ മാധ്യമങ്ങൾ വിശ്വസിപ്പിക്കും. കുറച്ചൊക്കെ അവർ ആ പ്രചരണം നടത്തിയാൽ അവർ വിജയിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യ. പക്ഷെ പിന്നീട് മനസ്സിലായി K. സുരേന്ദ്രനൊക്കെ കേരളത്തിൽ വലിയ രീതിയിൽ പാർട്ടിയെ വളർത്തി. ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്നലകളിൽ വന്നിട്ടുള്ള ഓരോ ആളുകളും ചെയ്തതിന്റെ ബാക്കിയായിട്ട് അവരെവിടെയാണോ ചെയ്തു നിർത്തിയത് അതിന്റെ മുകളിലേക്ക് മാത്രമാണ് ഭാരതീയ ജനതാ പാർട്ടി വളരുന്നത്. ഒരിക്കലും താഴോട്ട് പോകുന്നില്ല. മറ്റ് രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസും CPM-ഉം ഈ പറയുന്നവരൊന്നുമല്ല. അവരെക്കാളൊക്കെ ഒരുപാട് വലിയ രീതിയിലാണ് BJP കേരളത്തില് വോട്ടിംഗ് ഷെയർ കണക്കൊക്കെ എടുത്തു നോക്കുമ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രമുഖ മാധ്യമങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതിന് മറ്റൊരു ഉദാഹരണമല്ലേ ഈ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ വന്ന സമയത്ത് മലയാളം അറിയില്ല എന്ന് പോലും പ്രചരണം നടത്തിയില്ലേ. അതേസമയം കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിക്ക് എന്തു ഉണ്ടറിഞ്ഞിട്ടാ, അത് കഴിഞ്ഞ പ്രിയങ്ക ഗാന്ധിക്ക് എന്തുണ്ട വാശി അറിഞ്ഞിട്ടാ, എന്തെങ്കിലും അറിഞ്ഞിട്ട് മലയാളം അറിഞ്ഞിട്ട് മലയാള പ്രചരണമായിരുന്നു ഇവിടെ ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഒക്കെ നടത്തിയത്. എന്നിട്ട് രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ഈ വയനാട്ടിൽ വിജയിപ്പിച്ചില്ലേ. ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ ഒരു വാർത്തയാക്കൂല. അതേസമയം രാജീവ് ചന്ദ്രശേഖർ
പച്ച മലയാളം പറയും. എന്നിട്ടോ ആ മലയാളം പോരാ, ഇതെങ്ങനെ BJP പ്രവർത്തകർ ഏറ്റെടുക്കും എന്ന് പറഞ്ഞ് വലിയ കുത്തിത്തിരിപ്പ്, ഒന്നാന്തരം ഇരട്ടത്താപ്പ് നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങൾക്കുണ്ട്. അതായത് മനോരമ, ഏഷ്യാനെറ്റ്, ഈ പറയുന്ന 24, റിപ്പോർട്ടർ ചാനല്, മീഡിയ വണ്, ഇവരൊക്കെ മാതൃഭൂമി, ഇവരൊക്കെ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യ. രാജീവ് ചന്ദ്രശേഖർ വന്നിട്ട് മലയാളം അറിയില്ല എന്ന് പറയുന്ന ആളുകൾ എന്തുകൊണ്ടാ രാഹുൽ ഗാന്ധിക്ക്, നമ്മുടെ വയനാട്ടിൽ മത്സരിച്ച രാഹുൽ ഗാന്ധിക്ക് മലയാളം അറിയില്ല എന്ന് പറയാത്തത്? പ്രിയങ്ക ഗാന്ധിക്ക് മലയാളം അറിയില്ല എന്ന് പറയാത്തത് എന്തുകൊണ്ടാ? അവര് നമ്മുടെ കേരളത്തിലേക്ക് ടൂർ വരുന്നത് പോലെയല്ലേ ഈ പറഞ്ഞ ഇപ്പൊ പുതിയതായിട്ടുള്ള ഈ പ്രിയങ്ക ഗാന്ധി വരുന്നത്? രാഹുൽ ഗാന്ധി ഇവിടെ MP ആയ സമയത്ത് ഒരു ടൂറിസ്റ്റ് വരുന്നത് പോലെ വളരെ ചുരുക്കം എണ്ണം മാത്രമല്ലേ ഇവിടെ വന്നിട്ടുള്ളൂ. അതിവിടെ ചർച്ചയാക്കുന്നുണ്ട്? ഒരിക്കലുമില്ല. അതേസമയം ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി, രാജീവ് ചന്ദ്രശേഖർ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അതാണ്, ഇതാണ്, വലിയ പ്രചരണം. അത് BJP പ്രവർത്തകർ പുച്ഛിച്ച് തള്ളിയതോടുകൂടി അത് നിർത്തി. ഇപ്പൊ അടുത്ത ഏറ്റവും ലേറ്റസ്റ്റ് മറ്റൊരു പ്രചരണമായിരുന്നു, മേയർ സ്ഥാനാർത്ഥിയായിട്ട് R ശ്രീലേഖ വരുന്നു എന്ന് പറയും. അപ്പൊ R ശ്രീലേഖയെ ഉറപ്പിക്കുമെന്ന് തോന്നുമ്പോ VV രാജേഷ് ആയിരുന്നു അതിനേക്കാൾ നല്ലത്. അപ്പൊ VV രാജേഷിന്റെ പേര് പറയുമ്പോ R ശ്രീലേഖ ആയിരുന്നു അതിനേക്കാൾ നല്ലത്. ഇതൊക്കെ കേരള പൊതുസമൂഹം ഇപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കി. കേരളത്തിലെ പൊതുസമൂഹം ഓൺലൈൻ മീഡിയാസിനെ, യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ ഓൺലൈൻ മീഡിയാസിനെ കൂടുതൽ ആശ്രയിക്കുന്നതിലേക്ക് എത്തി. ഇനി കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളും അധികം വൈകാതെ തന്നെ സത്യം പറയേണ്ടി വരും. ഭാരതീയ ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ടും യാഥാർത്ഥ്യങ്ങൾ പറയേണ്ടി വരും. ആ ഒരു രീതിയിലേക്ക് തന്നെയാണ് കേരളത്തിന്റെ അന്തരീക്ഷം ഇപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു തർക്കവും വേണ്ട കേട്ടോ. വളരെ വ്യക്തമാണ്, ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലേക്ക് എത്തും. അത് കണക്കുകൾ വളരെ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഈ പറയുന്ന UDF-ഉം LDF-ഉം സകല കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളും ഒരേ സ്വരത്തിൽ പറഞ്ഞതല്ലായിരുന്നു, നഗരസഭ ഭാരതീയ ജനതാ പാർട്ടി പിടിച്ചെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ട് BJP-കാരൻ വരും എന്നുള്ളത്? അതിന് ഇവർ മിണ്ടൂല. അതിന് കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമങ്ങളും UDF-ഓ LDF-ഓ അംഗീകരിക്കൂല. പക്ഷേ തിരുവനന്തപുരത്ത് നഗരസഭ കോർപ്പറേഷൻ ഇലക്ഷൻ നടക്കുന്നതിന്റെ തൊട്ട് മുമ്പ് വരെ നിരന്തരം അവർ പറഞ്ഞിരുന്നു, ഇത് അധികാരത്തിലേക്ക് എത്തിയാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രി കേരളത്തിൽ വരും. അതിന് അവർ മിണ്ടില്ല. ഈ പ്രമുഖ മാധ്യമങ്ങള് BJP നേതാക്കന്മാരെയും BJP പ്രവർത്തകരെയും, അതായത് വലിയ രീതിയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ തന്ത്രപരമായിട്ട് കുതന്ത്രങ്ങൾ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ നിരന്തരം മെനഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കേരളത്തിലെ സകല BJP പ്രവർത്തകരും ആദ്യം തന്നെ തിരിച്ചറിയണം. ഈ പ്രമുഖ മാധ്യമങ്ങളോട് പറയാനുള്ളത്, ഈ ആലപ്പുഴയിൽ സുരേഷ് ഗോപി മുന്നോട്ട് വെച്ച റിസൾട്ടൊക്കെ നിങ്ങളെ കെടുത്ത് ആറ്റിലെറിഞ്ഞത് കൊണ്ടാ. BJP നേതാക്കന്മാര് പ്രവർത്തകരെയും BJP പ്രവർത്തകര് BJP നേതാക്കന്മാരെ അടിയുറച്ച് വിശ്വസിച്ചത് കൊണ്ടുവാ ആലപ്പുഴ വളരെ കൃത്യമായിട്ടൊരു റിസൾട്ടിലേക്ക് BJP-ക്ക് എത്താൻ സാധിച്ചത്. അതേപോലെ കേരളത്തിലെ സകല ആളുകളും തിരിച്ചറിയാ, പ്രമുഖ മാധ്യമങ്ങൾക്ക് ഇവിടെ ഒരു അജണ്ടയുണ്ട്. നേതാക്കന്മാരെ കുറിച്ച് മോശമായിട്ട് BJP-ക്കാർക്ക് വേണ്ടി വാദിക്കുന്നത് പോലെ സംസാരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് അതൊരു അപകടമാണെന്ന് കേരളത്തിലെ സകല BJP പ്രവർത്തകരുമാണ് ആദ്യം തന്നെ തിരിച്ചറിയേണ്ടത്. ഇതൊക്കെ സകല BJP പ്രവർത്തകരും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഫലം തന്നെയാ തിരുവനന്തപുരത്ത് മേയർ സ്ഥാനത്തേക്ക് ഭാരതീയ ജനതാ പാർട്ടി എത്തിയത്. അധികം വൈകാതെ തന്നെ കേരളവും പിടിക്കൂ. അതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.